നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10 ചെറിയുള്ളി ചേർത്തി കൊടുക്കുക, ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 കപ്പ് മല്ലിയില, 2 തണ്ട് കറിവേപ്പിലയും പിന്നെ 7 വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചത്. ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു കോഴിമുട്ടയും ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കളർ ആവശ്യമുള്ളവർക്ക് ചേർത്താം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം എണ്ണ നല്ലവണ്ണം തന്നെ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും പാടൊന്ന് കുറച്ച് സമയം പാടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അത്യാവശ്യം എരിവുള്ള ഒരു ചിക്കൻ ഫ്രൈ കൂടിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.